ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم والفجر وليال عشر رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചത്തിന്റെ അധീപനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് മുത്തക്കികളായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു വർഷത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസങ്ങളിലൂടെയാണ് നമ്മളുള്ളത്. വലൽ ജിഹാദും ഫീ സബീലില്ലാ, അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിന് പോലും അത്ര പ്രതിഫലമില്ലേ എന്ന സ്വഹാബിയുടെ ചോദ്യത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടി, ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്ക് അതിനേക്കാൾ പ്രതിഫലമാണെന്ന്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഒരാൾ അയാളുടെ സമ്പത്തും അയാളുടെ ശരീരവുമായി കൊണ്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയിട്ട് ഒന്നും തിരിച്ചു കിട്ടാത്ത രൂപത്തിൽ അയാൾ ആ യുദ്ധത്തിൽ ഷഹീദായി. അയാൾക്കുള്ള പ്രതിഫലമില്ലെങ്കിലും അതിൻ്റെ താഴെയുള്ള എല്ലാ പ്രതിഫലവും ഒരു ഷഹീദിന്റെ പ്രതിഫലം ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്കുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയമുള്ളവരെ പഠിപ്പിക്കുകയാണ്. അത്രമാത്രം മഹത്വരമായ ദിവസങ്ങളാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. പുണ്യകർമ്മങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഉമ്മഹാത്തു ത്വആത്ത് എന്നറിയപ്പെടുന്ന ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളായ ഷഹാദത്ത്, നമസ്കാരം, നോമ്പ്, അതേപോലെ സ്വതക്ക, ഹജ്ജ്,
ഇതെല്ലാം സമ്മേളിക്കുന്ന, എല്ലാം ഒരുമിച്ച് കൂടുന്നൊരു മാസമാണ് ഇത് ദുൽഹിജ്ജ മാസം. അതിന് പുറമെയാണെന്ത് ഉളുഹിയ്യത്തും തക്ബീറും ഒക്കെ നമ്മൾ ചെയ്യുന്നത്. അതിന്റെ പുറമെ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ ഓരോ വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന അറഫ ദിവസത്തിലെ നോമ്പ് ഈ ഒരു മാസത്തിലാണ്. ഇസ്ലാം മതത്തെ പൂർത്തിയാക്കി തന്ന ദിനം ഈ മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിയാറുകൾക്ക് ഏറ്റവും അധികം നരകമോചനം നൽകുന്നത് ഈ മാസത്തിലെ അറഫ ദിവസത്തിലാണ്. ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിനം വെള്ളിയാഴ്ച. ആ ഒരു വെള്ളിയാഴ്ച ഈ ഒരു ദിവസത്തിൽ വന്നു ചേരുമ്പോൾ അതിന്റെ പ്രതിഫലം എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തതാണ്. പ്രത്യേകിച്ച് ഇനിയുള്ള ദിവസങ്ങളൊക്കെ, അഥവാ യൗമു തർവിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ദുൽഹിജ്ജ 8, അഥവാ നമ്മളെ സംബന്ധിച്ച് ബുധനാഴ്ച ചൊവ്വാഴ്ച. ദുൽഹിജ്ജ 9 യൗമു അറഫ എന്ന പേരിൽ അറിയപ്പെടുന്ന ദുൽഹിജ്ജ 9 ബുധനാഴ്ച. അതേപോലെ തന്നെ യൗമുൻ നഹർ, ഈദുൽ അദ്ഹ, രണ്ടു പേരിലും അറിയപ്പെടുന്നുണ്ട്. യൗമുൻ നഹർ എന്നുണ്ട്, ഈദുൽ അദ്ഹ എന്നുള്ള പേരിലുണ്ട്. ദുൽഹിജ്ജ 10 അഥവാ ബലിപെരുന്നാൾ ദിവസം വ്യാഴാഴ്ച. ഇതൊക്കെ അതിനെ തുടർന്ന് വരുന്ന അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങൾ. ഈ ദിവസങ്ങളൊക്കെ വിശ്വാസികളെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ള, വളരെ പ്രാധാന്യത്തോടുകൂടി കാണേണ്ട ദിവസങ്ങളാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജ് കർമ്മത്തിനു വേണ്ടി കഅബാലയം ലക്ഷ്യം വെച്ചു വന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ അവരുടെ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങളൊക്കെ. പ്രത്യേകിച്ച് ദുൽഹിജ്ജ 9 അറഫ ദിവസം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയെ കുറിച്ച് പറഞ്ഞാൽ എന്താ അറിയുക? അൽ ഹജ്ജു അറഫ എന്നാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അത് അറഫയാണ്. അഥവാ അറഫ ഇല്ലെങ്കിൽ ഹജ്ജില്ല എന്നർത്ഥം. ഹജ്ജിന്റെ റുക്നുകൾ, അഥവാ ഹജ്ജ് എന്ന മഹനീയമായ കർമ്മത്തിലെ ഏറ്റവും വലിയ കർമ്മം, അത് ദുൽഹിജ്ജ 9 അറഫയിൽ ഒരുമിച്ച് കൂടലാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയമുള്ളവരെ പഠിപ്പിച്ചു തരികയാണ്. പവിത്രമായ 4 മാസത്തിലെ ഒരു മാസത്തിലാണ് അറഫ ദിനമുള്ളത്. ഹജ്ജിനു വേണ്ടി അല്ലാഹു തആല നിശ്ചയിച്ച മാസത്തിലും ദിവസത്തിലുമാണ് ഇതുള്ളത്, അറഫയുള്ളത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ദിവസങ്ങൾ നോക്ക്, വൽ ഫജ്ർ വലയാലിൻ അശ്ർ. അതിന്റെ തഫ്സീർ എടുത്ത് പരിശോധിക്കുക. വൽ ഫജ്റിലെ പ്രഭാതം തന്നെയാണ് സത്യം എന്നാണ്. വലയാലിൻ അശ്ർ, 10 രാത്രികൾ തന്നെയാണ് സത്യം എന്നാണ്. ഈ 10 രാത്രികൾ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്നാണ് ആ വിഷയത്തിൽ പ്രബലമായി വന്നിട്ടുള്ള അഭിപ്രായം. അഥവാ പ്രിയമുള്ളവരെ, നമുക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാനും നന്മകൾക്ക് അല്ലാഹു തആല നിശ്ചയിച്ചു തന്ന ദിവസത്തിലെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഈ ദിവസങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഇസ്ലാം വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ ഒരു അറഫ ദിവസത്തെ ഇസ്ലാം കാണുന്നത്. സഹോദരങ്ങളെ, എന്താണ് ഈ അറഫ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത? ഓരോന്നും എണ്ണി മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്നാമതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇസ്ലാം മതം പൂർണ്ണമായ ദിവസമാണ് അറഫ ദിവസം, അഥവാ ദുൽഹിജ്ജ 9. വിശുദ്ധ ഖുർആൻ സൂറത്തു മാഇദയിലെ ഈ ദീനിന്റെ പൂർത്തീകരണത്തെ കുറിച്ച് നമുക്ക് പഠിപ്പിക്കുന്ന വചനാണിത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നേ ദിവസം നിങ്ങളുടെ ദീനത നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുകയാണ്. എന്റെ അനുഗ്രഹം നാം നിങ്ങൾക്കതാ പരിപൂർണമായി നൽകിയിരിക്കുന്നു. ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെട്ട് തന്നിരിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഇസ്ലാം മതത്തെ തൃപ്തിപ്പെട്ടതെന്ന്, ഇസ്ലാം മതത്തെ അനുഗ്രഹങ്ങൾ പരിപൂർണമായി നമ്മുടെ മേൽ ചൊരിഞ്ഞു തന്ന ഈ മതത്തിന്റെ നിയമങ്ങളെ പൂർണ്ണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിക്കപ്പെട്ട, അഥവാ നമ്മിലേക്ക് ലഭിക്കപ്പെട്ട ദിവസമാണിത്. ദുൽഹിജ്ജ 9
അറഫാ ദിവസമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരിക്കല് ചില യഹൂദികള്, ജൂതന്മാരായ ചില ആളുകള് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് ഇറങ്ങിയ ഈ ആയത്ത് ഞങ്ങൾക്കാണ് ഇറങ്ങിയതെങ്കിൽ ഞങ്ങൾ ആ ദിവസത്തെ വലിയ ആഘോഷാക്കി മാറ്റുമായിരുന്നു. അപ്പൊ ഏതാണ് ആ ആയത്ത് എന്ന് ചോദിച്ചപ്പോ ആ ജൂതന്മാര് പറഞ്ഞു കൊടുക്കണം എന്ത്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്നുള്ള ഈ ആയത്ത് അവർ ഓതി കൊടുത്തു എന്നാണ്. അതിനെക്കുറിച്ച് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഖദ് അറഫ്നാ ദാലികൽ യൗമ വൽ മകാന അല്ലദീ നസലത് ഫീഹി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ആയത്ത് ഇറങ്ങിയ ദിവസം വഹുവ ഖായിമുൻ ബിഅറഫത യൗമുൽ ജുമുഅ, ഒരു വെള്ളിയാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ മൈതാനിയിൽ ദുൽഹിജ്ജ 9 തന്റെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജ് കർമ്മം നിർവഹിച്ചപ്പോ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടിയ സന്ദർഭത്തിലാണ് ഈ ആയത്ത് അല്ലാഹു ഇറക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും അവസാനം ഇറങ്ങിയ ആയത്തും ഇസ്ലാമിന്റെ പൂർത്തീകരണവും പ്രിയമുള്ളവരെ ഈ ഒരു അറഫ ദിനത്തിലാണ് എന്നതാണ് അതിൽ ഏറ്റവും വലിയ പ്രത്യേകതയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്താ അറിയൂ, കുറെ ആളുകൾക്ക് നരകത്തിലേക്കുള്ള പ്രവർത്തനം ചെയ്യുന്നുണ്ട്. കുറെ ആളുകൾ അവരെ പാപങ്ങൾ മുഴുവൻ അല്ലാഹു തആല പുറത്തു കൊടുത്തുകാണ്ട് സ്വർഗത്തിലേക്ക് മാറ്റപ്പെടുന്ന ദിവസമാണിത്, അറഫ ദിവസമെന്ന് ഹദീസിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ മിൻ യൗമിൻ അക്സറ മിൻ യുഅതികല്ലാഹു ഫീഹി അബദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫാ ദിവസത്തെക്കാളും ഒരടിമയെ, ഒരു മനുഷ്യനെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് മാറ്റപ്പെടുന്ന വേറൊരു ദിവസം തന്നെ ഇല്ല എന്നാണ്. അഥവാ ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് അള്ളാഹു മാറ്റപ്പെടുന്ന ദിവസമാണിത്, അറഫ ദിവസം. അതായത് നരകാവകാശികളാകുമെന്ന് വിചാരിക്കുന്ന പലരും അവിടെ നന്മകൾ ധാരാളം ചെയ്ത് പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ട് റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തി സ്വർഗത്തിലേക്കുള്ള വിധിയിലേക്ക് അല്ലാഹു തആല മാറ്റപ്പെടുന്ന ദിവസമാണിത്, അറഫ ദിവസം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തെ പ്രത്യേകത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫയിൽ ഒരുമിച്ച് ചേരുന്ന ആളുകളെ നോക്കിയാണ്ട് മലക്കുകളോട്, അഥവാ ആകാശത്തുള്ള മലക്കുകളോട് അഭിമാനം പറയുന്ന ദിവസമാണ് അറഫ ദിവസം എന്നാണ്. ഇന്നല്ലാഹ യുബാഹി അൽ മലായിക, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിമാനം പറയുന്നതാണ്. ബി അഹ്ലി അറഫ, അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു തആല അഭിമാനം പറയും. അഹ്ലിസ്സമാ, ആരോട്? ആകാശത്തുള്ളവരോട്, അഥവാ അള്ളാഹുവിന്റെ മാലാകമാരോട്, മലക്കുകളോട്. എന്താ പറയുന്നറിയോ? ഉൻദുറു ഇലാ അജിസി ഇബാദി, എന്റെ അടിമകളെ ഒന്ന് നോക്കാൻ. അവര് പല രാജ്യങ്ങളിൽ നിന്ന് വന്നു ചേർന്ന് ഇതാ നിന്റെ നിയമങ്ങൾ പാലിച്ച് അറഫയിൽ ഒരുമിച്ച് കൂടി പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു മലക്കളോട് പറയാണ്, അള്ളാഹു അഭിമാനം പറയാണ്, അവര് എന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ വന്ന് അവരെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അല്ലാഹു തആല അവന്റെ മലക്കുകളോട് അഭിമാനം പറയുന്ന ദിവസമായിക്കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയെ കുറിച്ച് പഠിപ്പിക്കുന്നത്. നാലാമത്തെ പ്രത്യേകത അറഫ ദിനത്തിലെ പ്രാർത്ഥനയാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥന, അഥവാ പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ച് വരുന്ന ബുധനാഴ്ച, ഗൾഫ് രാജ്യങ്ങളിൽ ചൊവ്വാഴ്ചയാണ്, അവിടെ ബുധനാഴ്ചയാണ് പെരുന്നാള്. അഥവാ അന്ന് മഗ്രിബ് മുതൽ, അഥവാ നമ്മളെ സംബന്ധിച്ച് ചൊവ്വാഴ്ച മഗ്രിബ് മുതൽ പിറ്റേന്ന് മഗ്രിബിന്റെ സമയം വരെയുള്ള ആ സമയത്ത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ സ്വീകരിക്കാൻ സാധ്യതയുള്ള പ്രാർത്ഥനയാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമയവും ഇഷ്ടമുള്ള സന്ദർഭമാണത്.
നമ്മൾ ഒരിക്കലും പ്രിയമുള്ളവരെ ആ സമയത്ത് നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടാ. പരിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 ദിനങ്ങൾ നമ്മൾ എങ്ങനെ കാണുന്നു അതേ പ്രാധാന്യത്തോടു കൂടി ഈ ഒരു ദിവസങ്ങളെ നമ്മൾ കാണേണ്ടതുണ്ട്. നമ്മുടെ ഭൗതികവും പാരത്രികവുമായ എല്ലാ ആവശ്യങ്ങളും നമ്മുടെ റബ്ബിനോട് തുറന്നു പറയാനുള്ള ഏറ്റവും നല്ല അവസരമാണ് പ്രിയമുള്ളവരെ നമുക്ക് ലഭിക്കാനിരിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്താവശ്യങ്ങളും ആത്മാർത്ഥമായി നമ്മൾ ചോദിച്ചാൽ റബ്ബ് തരാമെന്ന് ഉറപ്പ് നൽകിയ ഈ ഒരു ദിവസത്തെ ദുആകൾക്ക് വേണ്ടി നമ്മൾ പരമാവധി പ്രിയമുള്ളവരെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഫ്ദലു ദുആഇ ദുആഉ യൗമ അറഫ. ഒരു മനുഷ്യൻ നടത്തുന്ന പ്രാർത്ഥനകളിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥന, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന അത് ദുആഉ യൗമ അറഫ. അറഫ ദിവസം അവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയമുള്ളവരെ പഠിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സന്തോഷപൂർവമായി സന്തോഷ വാർത്തയായിക്കൊണ്ട് പ്രവാചകന് പഠിപ്പിച്ചു തരാണ്. ഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഞാനും എൻ്റെ മുമ്പുള്ള പ്രവാചകന്മാരും പറഞ്ഞ വാചകങ്ങളിൽ ഏറ്റവും നല്ല വചനം ഈ ഒരു വചനമാണെന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതുകൊണ്ട് അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടുന്ന വിശ്വാസികൾ ധാരാളമായി പ്രിയമുള്ളവരെ ഈ ഒരു പ്രാർത്ഥന അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ധാരാളമായി ഈ ദിക്ർ അവര് ചൊല്ലിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ 4 പവിത്രത, ഈ 4 മഹത്വം കൃത്യമായി നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു ദിവസത്തെ കാണാൻ നമുക്ക് സാധിക്കണം. നമ്മൾ പറഞ്ഞു, ഒന്നാമത്തത് പ്രിയമുള്ളവരുടെ ദീന് പൂർത്തിയായ ദിവസം. 2, നരകത്തിൽ നിന്ന് അല്ലാഹു തആല ചില മനുഷ്യരെ മോചിപ്പിക്കുന്ന ദിവസമാണ് അറഫ ദിവസം. 3-മത്തത് മലക്കുകളോട് അല്ലാഹു തആല അഭിമാനം പറയുന്ന ദിവസമാണത്. 4-മത്തത് നമ്മൾ എന്തു പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനകൾക്ക് അല്ലാഹു ഉത്തരം തരാമെന്ന് വാക്കു പറഞ്ഞ പ്രാർത്ഥനകൾ ഏറ്റവും ഖൈറായ ദിവസമാണിത് അറഫ ദിവസം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു ദിവസങ്ങളെ അതിന്റെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണുക. അത് മനസ്സിലാക്കിയ സ്വഹാബത്തും പ്രവാചകരും ആ നിലക്ക് തന്നെയാണ് പ്രിയമുള്ളവർ അറഫ ദിവസത്തെ അവർ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മളും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന നിരതരാകേണ്ടതുണ്ട്. റബ്ബേ, ആ കഅബ ശരീഫ് ഒന്ന് കാണാൻ, പ്രവാചകന്റെ പള്ളി ഒന്ന് കാണാൻ, ഹജ്ജിന്റെ കർമ്മങ്ങൾ ഒന്ന് നിർവഹിക്കാനുള്ള തൗഫീക്ക് എനിക്ക് തരണേ എന്നൊരു പ്രാർത്ഥന കൂടി ഈ ദിവസങ്ങളിൽ പ്രിയമുള്ളവരെ നമുക്ക് ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസത്തെ അതിന്റെ മഹത്വം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന വിശ്വാസിനികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖുല്ലാഹ ഇബാദല്ലാഹ് ഊസിക്കും സാനിയം ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ ദിവസത്തിലെ അറഫ നോമ്പിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിനെക്കുറിച്ചൊരു സ്വഹാബി വന്ന് ചോദിക്കുകയാണ്, സുഇല അൻ യൗമി അറഫ. അറഫ ദിവസത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. യുകഫിറു സനത്തു അൽ മാദിയത വൽ ബാക്കിയ. പോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ പൊറുക്കപ്പെടുന്ന നോമ്പാണേത്? അറഫ ദിവസത്തിലെ നോമ്പ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത, വഹയ്യ് വരുമ്പം മാത്രം ദീനിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, 2 വർഷത്തെ പാപങ്ങൾക്കുള്ള പരിഹാരാണിത്. ഈ ദുൽഹിജ്ജ 9 അറഫ ദിവസത്തിലെ നോമ്പ് ഏറ്റവും പവിത്രമായ
നോമ്പാണ് അല്ലേ? വൻ പാപങ്ങളല്ല, നമ്മൾ ചെയ്ത ചെറിയ ചെറിയ പാപങ്ങൾക്കുള്ള പരിഹാരം. ഓരോ വർഷവും ഹജ്ജിന് പോയിട്ടില്ലാത്ത ആളുകൾക്ക് നിർവഹിക്കാൻ പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ടൊരു സുന്നത്ത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ നാട്ടിലെ മാസപ്പിറവി അടിസ്ഥാനത്തിൽ നമുക്ക് ബുധനാഴ്ചയാണ് അറഫ നോമ്പുള്ളത്. ഈ നോമ്പൊരിക്കലും പ്രിയമുള്ളവരെ നമ്മൾ ഒഴിവാക്കരുത്. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ നോമ്പെടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ അറഫ നോമ്പ് നോൽക്കേണ്ടത് എപ്പോഴാണ്? ദുൽഹിജ്ജ 9-നാണ്. നമ്മുടെ നാട്ടിലെ അറഫ ദിനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അറഫ നോമ്പെടുക്കേണ്ടത്. ഓരോ നാട്ടിലും അവിടുത്തെ മാസപ്പിറവി അനുസരിച്ച് കൊണ്ടാണ് എന്ത് ആ നാട്ടിലെ നോമ്പും പെരുന്നാളൊക്കെ അനുഷ്ഠിക്കുന്നത്. ഹാജിമാരെ അറഫയിൽ ഒരുമിക്കുമ്പോ നിങ്ങൾ നോമ്പെടുക്കുക എന്നല്ല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തത്? പഠിപ്പിച്ചത്. അത് അസാധ്യമാണ്, അത് വിഡ്ഢിത്തമാണ്. കാരണം ഹാജിമാര് അറഫയിൽ സമ്മേളിക്കുന്ന സമയം ലോകത്ത് പല സ്ഥലത്തും പല അവസ്ഥ ഉണ്ടാവുക. എല്ലായിടത്തും ഒരേ സമയമല്ലല്ലോ. അപ്പൊ നമുക്ക് മാത്രം അത് അനുകൂലമായ പോരല്ലോ. ലോകത്ത് എല്ലായിടത്തും അത് ബാധകമുണ്ട് അല്ലെ? പലർക്കും പല ദീനിന്റെ കാര്യത്തിൽ എല്ലാവർക്കും ഒരേ നിയമമാണ്. അപ്പൊ നമ്മുടെ നാട്ടിലെ കണക്ക് പ്രകാരം എങ്ങനെയാണ്? അവ കണക്ക് പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അറഫ നോമ്പ് നമ്മൾ എടുക്കണം. ചില ആളുകൾ അറഫ നോമ്പ് എടുക്കും, എന്നിട്ട് പിറ്റേന്ന് വെറുതെ വെക്കും, അതിന്റെ പിറ്റേന്ന് പെരുന്നാൾ ആഘോഷിക്കും. അങ്ങനെയൊരു നിയമം ഉണ്ടോ? അങ്ങനെയൊന്നില്ലേ? ഇപ്പോ അവിടുത്തെ അടിസ്ഥാനമാക്കിയാണെങ്കിൽ ചൊവ്വാഴ്ച നോമ്പെടുക്കണം, എന്നിട്ട് ബുധനാഴ്ച വെറുതെ ഇരിക്കണം, എന്നിട്ട് പെരുന്നാൾ വ്യാഴാഴ്ച പെരുന്നാൾ ആഘോഷിക്കുകയാണ്. അപ്പൊ ഓരോ നാട്ടിലും ആ നാട്ടിലെ മാസപ്പിറവി അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുക നമ്മളൊക്കെ നോമ്പെടുക്കുന്നതും പെരുന്നാളൊക്കെ ആഘോഷിക്കുന്നത്. അപ്പൊ ആ നിലയ്ക്ക് നമുക്കെന്താണ്? ബുധനാഴ്ചയാണ് അറഫ നോമ്പ്, പെരുന്നാൾ ഇൻഷാ അല്ലാഹ് വ്യാഴാഴ്ചയാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇടപെടുക. പ്രിയമുള്ളവർ, നമുക്ക് ഈദ്ഗാഹ് ഇൻഷാ അല്ലാഹ് നമ്മൾ എല്ലാ വർഷവും എല്ലാ പ്രാവശ്യവും നമ്മൾ നടത്തുന്ന CMA കൺവെൻഷൻ ഹാളിലാണ് നമ്മുടെ പെരുന്നാൾ നമസ്കാരം ഉള്ളത്, ഈദ്ഗാഹ് ഉള്ളത്. കൃത്യം 7:30 മണിക്ക് നമ്മുടെ നമസ്കാരം നമ്മൾ ആരംഭിക്കും. കൃത്യസമയത്ത് എത്തിച്ചേരാൻ എല്ലാവരും പ്രിയമുള്ളവർ ശ്രദ്ധിക്കണം. നേരത്തെ എത്തുന്നൊരു സ്വഭാവമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. മറ്റുള്ളവർ നമുക്ക് വേണ്ടി കാത്തിക്കുന്നൊരു അവസ്ഥ ഉണ്ടാവരുത്. നമ്മൾ ഓരോരുത്തരും സ്വയം ആ ഒരു തീരുമാനത്തിൽ കുടുംബവുമായി നമ്മൾ നേരത്തെ മുസല്ലയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ത്രീകൾക്ക് പ്രത്യേകമായ സൗകര്യങ്ങൾ നമ്മൾ എല്ലാ പ്രാവശ്യവും ഒരുക്കുന്നതാണ്. അതേപോലെ തന്നെ എന്താണ് വിശാലമായ സൗകര്യമാണ് എന്തുള്ളത് ആ ഒരു ഹാളിലുള്ളത്. ഇവിടെ ഉള്ള ആളുകൾ ആരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവരും അറിയുന്ന മുഖങ്ങളാണ്, പുതുതായി ഞാൻ ആരും കാണുന്നില്ല. അപ്പം അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളിലൊക്കെ ഒന്ന് ഇടപെടാൻ എല്ലാ ആളുകളും പ്രത്യേകം ശ്രദ്ധയുണ്ടാകണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കുറേ ആളുകൾ നാട്ടിൽ പോകുന്ന ആളുകളേക്കാരം, ഇവിടെ ഉള്ള ആളുകൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, എല്ലാവരും സഹകരിക്കണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് ജുമക്ക് ശേഷം ഇൻഷാ ഒരു 10 മിനിറ്റ് നമുക്കതുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് എല്ലാവരും എന്ത് ചെയ്യണം, ഒന്ന് ഇരിക്കണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മിൽ നിന്നും സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഈ ഒരു മാസത്തിൻ്റെ ഈ ഒരു ദിവസത്തിൻ്റെ മുഴുവൻ നന്മകളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു ഈ ഒരു ദിവസത്തിൻ്റെ മഹത്വം കൊണ്ട് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഅഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ ഖബർ അള്ളാഹു തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട്. അള്ളാഹു അവരുടെ രോഗം പൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين فانصرنا على القوم الكافرين. ربنا هب لنا من أزواجنا
وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم انصر إخواننا المسلمين في كل مكان. اللهم انصر إخواننا المسلمين في كل مكان. اللهم يا مثبت القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.